ഹായ് ഗായ്സ്, നമുക്കൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കി. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള സവാള ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നല്ല നൈസായിട്ട് സവാള അരിഞ്ഞെടുക്കണം കേട്ടോ. നല്ല പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. ആദ്യം സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കാം. ചെറിയൊരു തീയിൽ വേണം കേട്ടോ സവാളൊക്കെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ നിന്ന് അത് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മുന്തിരി അതുപോലെ അണ്ടിപ്പരിപ്പ് അതൊക്കെ ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതും നമ്മൾ ഫ്രൈ ആക്കിയതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ മെയിൻ പരിപാടിക്ക് കിടക്കാം. അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, കാശ്മീരി ചില്ലി, അതുപോലെ മഞ്ഞൾപ്പൊടി, മസാല, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, അതുപോലെ ചെറുനാരങ്ങ നീര്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ തൈര് ഉണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടി ആഡ് ആക്കാം കേട്ടോ. എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ചിക്കനിൽ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള മസാലകളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നേരത്തെ നമ്മൾ സവാള ഒക്കെ ഫ്രൈ ആക്കി എടുത്ത വെളിച്ചെണ്ണയില്ലേ അത് കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ സവാള. പിന്നെ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണി പൊതുവെ എല്ലാവർക്കും ഒരു ഇഷ്ടമല്ലേ. സൺഡേ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിരിയാണി ഇല്ലാത്ത സൺഡേ ഉണ്ടാവില്ല. അതുപോലെയാണ് എല്ലാ വീട്ടിലും സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ അധികം കുറച്ച് മല്ലിപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനിൽ മുളക് പൊടിയൊക്കെ ചേർത്തിരുന്ന കാരണം ഞാൻ ഇതിൽ മുളക് പൊടിയൊന്നും ആഡ് ആക്കണില്ല കേട്ടോ. പിന്നെ സവാള നന്നായി വഴണ്ടി വന്നപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഗരം മസാല, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് എന്നിവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ കായം പറ്റിയതൊക്കെ എടുത്തിട്ട് ആ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ വെന്ത് വരുന്നത് വരെ നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എൻ്റെത് പിന്നെ ഇവിടെ ജീരകശാലയായിരുന്നു. അപ്പോൾ ഞാൻ വറ്റിച്ചിട്ടാണ് റൈസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ വെള്ളം തിളച്ച് വന്നപ്പോൾ റൈസ് നന്നായി കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൈസ് ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 20-25 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമുക്ക് നല്ല പോലെ അരി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബിരിയാണിയുടെ മെയിൻ പരിപാടിയാണ് ദമ്മിടൽ. ദമ്മിടലാണ് ബിരിയാണിയുടെ ടേസ്റ്റ്. അതിനായിട്ട് കുറച്ച് ഡാൽഡ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈസ് ഇട്ടതിൻ്റെ മേലെ കുറച്ച് പുതിനയില, മല്ലിയില ഒക്കെ ചെറുതായി അരിഞ്ഞത് വിതറി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി അതുപോലെ തന്നെ സവാള ഒക്കെ അതിൻ്റെ മേലെ വിതറി കൊടുക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ സവാള ഫ്രൈ ആക്കിയത് വിതറാനൊന്ന് മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കണ്ട, അതൊന്ന് ആഡ് ചെയ്തോളൂ കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് തൈരിൽ ഞാൻ മഞ്ഞൾപ്പൊടി മിക്സ് ആക്കിയിട്ട് കുറച്ച് അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള റൈസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യം പറയാൻ മറന്ന് പകുതി റൈസാണ് കേട്ടോ ആദ്യം നമ്മൾ ഇടേണ്ടത്. പിന്നെ ബാക്കി റൈസ് ചിക്കൻ മസാല ഒക്കെ ഇട്ടതിന് ശേഷം ബാക്കി പകുതി റൈസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില നേരത്തെ പോലെ തന്നെ അതും വിതറി കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ സവാള വറുത്തത്, പിന്നെ മറ്റേ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ഞാൻ തൈരിൽ കുറച്ച് മിക്സ് ആക്കിയിരുന്നു. അതും കൂടെ ആഡ് ആക്കിയിട്ട് മേലൊന്ന് ഒഴിച്ച് കൊടുക്കുക. 15 മിനിറ്റെങ്കിലും ദമ്മിൽ വെക്കണം കേട്ടോ. അപ്പോൾ ദമ്മിൽ വെക്കാനായിട്ട് വളരെ കുറവ് തീയിൽ വെക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ എന്താ പറയുക ഓരോ ലെയർ ഇടുമ്പോഴും കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ആഡ് ആക്കി കൊടുക്കാം കേട്ടോ. ഇതേ 15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തുറന്നപ്പോൾ നല്ലൊരു ബിരിയാണിയുടെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.